ഇപ്പൊ വസ്ത്രങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല പറഞ്ഞില്ലേ. പക്ഷെ കോളേജ് പഠിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു വസ്ത്രങ്ങളോടൊക്കെ ഭയങ്കര ഭ്രമം ഉണ്ടായിരുന്ന ധ്യാൻ ശ്രീനിവാസൻ ഉണ്ടല്ലോ. ഞങ്ങൾ അതിന് ആ വേർഷൻ അധികം കണ്ടിട്ടില്ല. അതായത് നമ്മള് തിര തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള പടങ്ങളൊക്കെ ആ പടത്തിന്റെ പ്രൊമോഷൻ വരുന്ന ഒരു ധ്യാനല്ലേ കണ്ടത്. അപ്പൊ ശരിക്കും ആ വസ്ത്രങ്ങളോടൊക്കെ ഭ്രമം ഉണ്ടായിരുന്നു. ഭയങ്കര ഫാഷൻ ഇൻസ്റ്റ ആയിട്ടുള്ള ഒരു ധ്യാൻ. അതെങ്ങനെയായിരുന്നു ശരിക്കും? ഹെയർ സ്റ്റൈലോട്ടൊന്ന് പറഞ്ഞു തന്നെ. ഇതിന്റെ 2-3 കാര്യങ്ങൾ ആ കാലത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ ആർക്കും അറിയില്ല. ഓക്കെ, ആർക്കും അറിയില്ല. നമ്മുടെ കോളേജിൽ അനോണിമിറ്റി ഉണ്ട്. ആർക്കും അറിയില്ല. ഞാൻ പഠിച്ചിരുന്ന കോളേജിലൊന്നും നമ്മൾ ആർക്കും അറിയില്ല. അപ്പൊ നമ്മൾ ഒരാൾ ആദ്യമായിട്ട് കാണുമ്പോൾ പരിചയപ്പെടുമ്പോൾ അവര് നമ്മളെ ജഡ്ജ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളെ ശ്രദ്ധിക്കുന്നത് ഇപ്പൊ നീ ഇട്ടിരിക്കുന്ന ഷർട്ട്, പാന്റ്, ഈ ഷർട്ടും ഈ പാന്റും ഇട്ടിട്ട് നീ ഇപ്പോ ഇവിടെ വേണം ഇറങ്ങി പോകും. ഓക്കെ, നിന്നെ പ്രത്യേകിച്ച് ആരും ഒന്ന് ശ്രദ്ധിക്കാനോ ഒരു ഞാൻ അതാണ് പറഞ്ഞത്. ഞാൻ നിന്നെയാണ് കാണുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു വേഷം ഇട്ടിട്ടാണ് ഞാനൊരു ചെന്നൈയിലുള്ള ഒരു മോളിലോ അല്ലെങ്കിൽ ഒരു സിനിമ കാണാൻ പോവോ അല്ലെങ്കിൽ ഒരു ക്ലബിലോ അല്ലെങ്കിൽ സ്കൂളിലോ കോളേജിലോ എവിടെ പോവാണെങ്കിലും എന്നെ ആരും ശ്രദ്ധിക്കില്ല. പോയിട്ട് അവരൊക്കെ ഡ്രസ്സിങ് സെൻസ് ഇല്ലാത്ത ഒരിതും ഇല്ലാത്ത ഒരു തോന്നും. നീ ഇട്ടിരിക്കുന്ന ഈ ചെരുപ്പായിക്കോട്ടെ, നിന്റെ ഇതായിക്കോട്ടെ, ശ്രദ്ധിക്കില്ല. അപ്പൊ അന്ന് എനിക്ക് ആ അറ്റൻഷൻ എനിക്ക് ആവശ്യമായിരുന്നു. കാരണം അന്നത്തെ ഞാൻ തൽപരാശിയായിരുന്നു. കാരണം വെച്ചാൽ നിന്റെ ആക്ഷന് തന്നെ ഉണ്ടാകാൻ എന്ത് കാര്യത്തിന് ഒരു കാര്യമല്ലേ ഉള്ളൂ ആ കാലത്ത് നമ്മൾക്ക് ചിന്ത. ഒറ്റ ചിന്തയുള്ളൂ. ഓപ്പോസിറ്റ് സെക്സിനോടുള്ള അട്രാക്ട് ചെയ്യിപ്പിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും കാണാൻ ആ സമയത്ത് ഞാൻ വലിയ തിരക്കേടില്ലാത്തൊരു സമയമായിരുന്നു. അത്യാവശ്യം ഫിറ്റ് ആയിരുന്നു, പരിപാടിയായിരുന്നു. അത്യാവശ്യം നന്നായി സംസാരിക്കും. അപ്പൊ തന്നെ കുറച്ച് ഡ്രസ്സും കൂടെ അറിഞ്ഞിട്ട് കഴിഞ്ഞാൽ നല്ല വൃത്തിത്തിൽ നടന്നു കഴിഞ്ഞാൽ നല്ല ഷൂസും ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരു അറ്റൻഷൻ. ബ്രാൻഡൊക്കെ പിടിച്ചിട്ടായിരുന്നു. എന്ന് വെച്ചാൽ അന്നത്തെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ടീഷർട്ട്, ജീൻസ്, ഷൂ, ലിവൈസ് ഉണ്ട്. അന്ന് ഹെയർ സ്റ്റൈൽ എങ്ങനെയാ? ഹെയർ സ്റ്റൈല് ഭയങ്കര വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാൻ ഇത്രയും നീളത്തിൽ മുടി വളർത്തിയിട്ടുണ്ടായിരുന്നു. ഒരു സമയത്ത് സ്റ്റഡൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഉള്ള ലുക്കായിരുന്നു. പക്ഷെ അതിനും ഒരു ഫാൻ ബേസ് ഉണ്ടായിരുന്നു ഒരു കാലത്ത്. അതെന്തായിരുന്നു? ചിമ്പു ആയിരുന്നു ഇൻസ്പിറേഷൻ. ചിമ്പൊക്കെ അത് കഴിഞ്ഞിട്ടാ വന്നേ. ചിമ്പു എന്നെ എവിടെയും വെച്ച് കണ്ടിട്ട് ചിമ്പു ഇൻസ്പയർഡ്. നമ്മൾ അതിനൊക്കെ മുന്നേ അതിന് മുന്നേ ഉള്ള കാലഘട്ടം ഞാൻ പറയാം. ഞാൻ പറയുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ സ്കൂളിൽ ഒരു ഷർട്ട് ഇട്ടിട്ട് അതിനകത്ത് ടീഷർട്ട് ഇടും. ടീഷർട്ട് ഇട്ടിട്ട് ചെറിയ മാല ഇടും. ഈ പട്ടി ചെയിൻ പോലത്തെ ചെയിൻ ഇടും. ഓക്കെ, ചെറിയ സ്റ്റഡ് അടിക്കാം. ഓക്കെ, ഇതൊക്കെ നമ്മുടെ സ്കൂളിൽ ഒരു പരിധി വരെ അലൗഡ് ആയിരുന്നു. ഇപ്പൊ ചെയ്യുന്ന സാധനങ്ങളൊക്കെ അന്ന് അലൗഡ് ആയിരുന്നു. ഓക്കെ, പിന്നെ സ്കൂള് വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നീ ജസ്റ്റ് ഒന്ന് വാ പിന്നെ നമ്മൾ നിൽക്കുന്നു. ഓക്കെ, അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇവരിങ്ങനെ നിൽക്കുന്നു. ഓക്കെ, ചീഫ് ക്യാമറ. അപ്പൊ നമ്മളൊരു ബേക്കറിയിലോ കൂൾ ബാറിലോ നിൽക്കുകയാണെന്ന് വെച്ചോ. ഓക്കെ, ഞാൻ നിൽക്കുകയാണെങ്കിൽ ഞാൻ എങ്ങനെ നിൽക്കുമെന്ന് അറിയാമോ? ഞാൻ ഇങ്ങനെ ആയിരിക്കും നിൽക്കുക. കയ്യിലൊരു സിഗരറ്റ് ഉണ്ടാവും. ഇങ്ങനെ ആയിരിക്കും നടന്ന് നിൽക്കുക. അപ്പൊ ഇവൻ എന്തായി? ഇവൻ ഡമ്മിയായി. ഓക്കെ, ഞാൻ ആരായി? ഇവന്റെ തോളത്ത് കൈയിട്ടാ നിക്കാൻ ഞാനൊരു ഇവന്റെ തോളത്ത് മാരി. അപ്പൊ അന്ന് ഈ വലിക്കുന്ന സിഗരറ്റിന്റെ ഫിൽട്ടർ നമ്മളെ ഈ അറ്റം കിങ്സിന്റെ സിഗരറ്റും ഉണ്ട്, അന്ന് ലൈറ്റ്സും ഉണ്ട്. ഓക്കെ, ഈ ലൈറ്റ്സ് വലിച്ചു കഴിഞ്ഞാൽ ലൈറ്റ്സിന് അന്ന് കിങ്സിനേക്കാളും വിലക്കുറവാണ്. ഈ ലൈറ്റ്സ് വലിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സ്റ്റേറ്റ്മെന്റാ. ഓക്കെ, അപ്പൊ സിഗരറ്റ് വലിക്കുന്ന ആണുങ്ങളോടുള്ള താല്പര്യം. അപ്പൊ ഇവന്റെ തോളത്ത് ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ സ്കൂളിന്റെ അപ്പുറത്തുള്ള ബേക്കറിയിൽ നിന്ന് ഊതി വിടുമ്പോ പെണ്ണുങ്ങൾ സമയം ഇറക്കാനല്ലേ, മനസ്സിലായില്ലേ? ആ സമയം ഇറക്കാനല്ലേ, സമ പയ്യന്റി, സമ ആറ്റിറ്റ്യൂഡ് പെണ്ണുങ്ങളെ നോട്ട് ചെയ്യും. മനസ്സിലായില്ലേ? ഇതൊക്കെ സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റുകളായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഡ് ബോയ്സ്. ഓക്കെ, സിഗരറ്റ് വലിക്കുന്ന കുട്ടി, കാതില് ചെറിയ കടുക്കൻ, ബൈക്കിലേക്ക് കയറുന്നു, പെണ്ണുങ്ങളെ മൈൻഡ്. കൗതുക വാർത്തകളിലെ മുകേഷ് ഏട്ടന്റെ ഒരു ട്രാക്ക് ഉണ്ട്. ആരെയും മൈൻഡ് ചെയ്യുന്നു, താങ്ക്സ്, നിങ്ങൾ വേണമെങ്കിൽ എന്നെ ശ്രദ്ധിച്ചോളൂ, ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ അവിടെ വന്നിരിക്കുന്ന തന്നെ ഇവരെ ശ്രദ്ധിക്കാനും വായി നോക്കാനും വേണ്ടിയിട്ടാണ്. അപ്പൊ ആ കാലഘട്ടത്തിൽ ഈ പറയുന്ന ഡ്രസ്സിനും ഇതിനൊക്കെ കാരണം ഫോട്ടോ ഉണ്ട് വിരൂപന, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൗതുക കാണാൻ ഞങ്ങൾക്ക് ഇല്ല. അപ്പോ സ്വാഭാവികമായിട്ടും
ഇതൊക്കെ ഒരു ട്രെൻഡ്. ആ കാലത്തുള്ള എന്തൊക്കെയായിരുന്നു ട്രെൻഡ്. ഇപ്പൊ നമ്മൾ കാണുന്ന ഇപ്പത്തെ ഇടുന്ന ഗ്ലാസ്സുകളായിക്കോട്ടെ, ഷെയ്ഡ്സ് ആയിക്കോട്ടെ, ഇതൊക്കെ പഴയ റെട്രോ സാധനങ്ങളാണ്. ചെക്സ്, ഇപ്പൊ പഴയ സാധനങ്ങളൊക്കെ തിരിച്ചു വരുവാണ്. ചെക്സ് വരുന്നു, കോഡ്രോയ് വരുന്നു, ടീഷർട്സിൽ പല പല പഴയ ഫാഷൻ റിലാക്സ് ഫിറ്റ് വരുന്നു. അപ്പൊ ഇതൊക്കെ ആ കാലത്ത് ട്രെൻഡ് അല്ലാത്ത കാലത്ത് ട്രെൻഡ് ആക്കിയിരുന്നു ഞാൻ. കാലത്തിന് മുന്നേ സഞ്ചരിച്ചിരുന്നു. അപ്പൊ ഇതൊക്കെ ഒറ്റ ഉദ്ദേശമുള്ളൂ. ഇതൊക്കെ ശ്രീനിവാസ സാർ കാണുമായിരുന്നോ? ഇല്ല അധികം അങ്ങോട്ട് കണ്ടിരുന്നെങ്കിൽ അധികാലം അന്ന് തന്നെ പുറത്താക്കിയാണ്. അപ്പൊ എങ്ങനെയാ അത് സ്കൂളിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ മറ്റേ മിസ്റ്റർ പെർഫെക്റ്റ് ആയിട്ട് ഇറങ്ങും. സ്കൂൾ അതിനകത്തൊരു ടീഷർട്ട് ഇട്ടിട്ടുണ്ടോ? ഞാൻ ഒന്ന് സ്കൂളിൽ പോകുന്നത് വളരെ കുറവാ. ക്ലാസ്സിന്റെ സമയം കഴിഞ്ഞിട്ടുള്ള വൈകുന്നേരങ്ങളിൽ പോവും. ഓക്കെ, ബേക്കറിയിലും കൂൾ ബാറിലൊക്കെ വന്ന് ഇങ്ങനെ നിന്ന് സിഗരറ്റ് ഒക്കെ വലിച്ചിട്ട് അവിടെ ഇരിക്കും. പിന്നെ അവിടെ തന്നെ അല്ലറ ചില്ലറ പ്രശ്നങ്ങള്. എനിക്ക് ഓർമ്മയുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ എന്റെ ക്ലാസ്സില് എ സെക്ഷൻ, ബി സെക്ഷൻ, സി സെക്ഷൻ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ സി സെക്ഷനിലുള്ള ഒരു അന്നത്തെ ഒരു ഗ്യാങ് ലീഡർ ഉണ്ട്. എല്ലാ ക്ലാസ്സിലും ഓരോ ഗ്യാങ് ഉണ്ട്. ഓക്കെ, സ്കൂളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല ഗ്യാങ്ങും ഗ്രൂപ്പുകളൊക്കെയാണ്. അപ്പൊ എനിക്കൊരു ഗ്യാങ് ഉണ്ടായിരുന്നു, പെഗസിസ് എന്നാണ് എന്റെ ഗ്യാങ്ങിന്റെ പേര്. എന്താണ് പെഗസിസ്? പെഗസിസ് എന്ന് വെച്ചാൽ ഫ്ലൈയിങ് ഹോഴ്സ്. അവന്റെ ഗ്യാങ്ങിന്റെ പേര് ലിവിങ് ഫോസിൽസ്. പിന്നെ ഇൻവേഡേഴ്സ് ഉണ്ട്, ക്രൂസൈഡേഴ്സ് ഉണ്ട്, ഫ്ലഡ്സ് ഉണ്ട്, ഹെവി മെറ്റൽ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ പരിപാടിയൊക്കെ. അപ്പൊ ഈ പെഗസിന് ഒരു പാട്ടൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്, തീം മ്യൂസിക് ഒക്കെ. ഈ തീം മ്യൂസിക് എഴുതി തന്നത് ഏട്ടനാ. തുടക്കം ഞാൻ പാടാം. Walking on the ramp is the big mouth dance gonna rock and roll and petrify you guys on the floor. Wow! Dhyan is gonna rock you. Dhyan is rocking. ഇത് പാട്ട് എഴുതി തന്നത് എന്റെ ചേട്ടനാ. ആലോചിച്ചത് എന്തൊരു കൂളായിരിക്കും. പുള്ളി കൂളസ്റ്റ് ആയിട്ടുള്ള മനുഷ്യനാണ്. പുള്ളി അന്ന് ഈ ഞാൻ പോയിരുന്ന സ്കൂൾ വാനുണ്ട്. ഞാൻ ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് വരെ സ്കൂളിൽ പോയിട്ടുള്ളൂ. 9ാം ക്ലാസ് തൊട്ടിട്ട് വണ്ടി കാറിലും പിന്നെ കാർ ഓടിച്ചൊക്കെയാ പോയത്. എന്നാൽ അവിടെ ചെന്നൈയിൽ പിന്നെ ലൈസൻസും മറ്റേ ഇതൊന്നുമില്ല. പുള്ളി ഞാൻ പോയിരുന്ന സ്കൂൾ വാനിലെ ആസ്ഥാനം എന്ന് വെച്ചാൽ സ്കൂൾ എത്താൻ ഒരു 15 മിനിറ്റ് ഉണ്ടെങ്കിൽ ആ 15 മിനിറ്റിൽ 5 മിനിറ്റ് 10 ഓരോ 2 മിനിറ്റും 3 മിനിറ്റിലും കൂടെ പാട്ട് പാടുന്ന എല്ലാരും പാട്ട് പാടി സ്കൂൾ വരെ എത്തിക്കുന്ന ആളാ. അപ്പൊ പുള്ളിക്ക് വന്ന എനിക്ക് വന്ന ഒരൊറ്റ ഉദ്ദേശം ഉണ്ടാവുള്ളൂ, ഓപ്പോസിറ്റ്. അപ്പൊ പുള്ളി എനിക്ക് തോന്നുന്നു നന്നായി പാട്ട് പാടും. അപ്പൊ എന്നെ അവിടുത്തെ സ്കൂളിലൊക്കെ ഉള്ള നോർത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ ഹിന്ദിക്കാര് എന്ന് വെച്ചാൽ തും വിനീത് കെ ഭയ്യ ഭായ് ഹന എന്നൊക്കെ ചോദിക്കുക. ഹിന്ദിക്കാരൊക്കെ വിനീത് ശ്രീനിവാസനെ അറിയുന്നെന്ന് പറയുമ്പോ, കാരണം പുള്ളിനെ ആർക്കും അറിയില്ല, ശരാശരി ലുക്കിംഗ്. പക്ഷെ അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഈ പാട്ടിന്റെ പരിപാടി. വാനിൽ സ്ഥിരമായി പാട്ട് പാടുക. കാരണം ഞാൻ ആദ്യം പുള്ളിയുടെ 2 സ്കൂൾ വാൻ ഉണ്ടായിരുന്നു, പുള്ളി വേറെ വണ്ടിയിലാണ് പോയത്. പിന്നെ പിന്നെ ഇതിലോട്ട് പോയപ്പോഴാണ് അവിടെ സ്കൂൾ വാനിലടക്കം പാട്ട് പാടി ആൾക്കാരെ എന്റർടൈൻ ചെയ്ത് പോയിരുന്ന ഒരു ദിവസം പോലും വാന് പാട്ട്. വിഷ്വൽ എങ്ങനെയായിരിക്കും? വിഷ്വൽ ഞാൻ പുള്ളി ഏറ്റവും ഫ്രണ്ടിൽ നിന്നിട്ട് പുള്ളി തൊലിത്തരംഗ പാട്ടൊക്കെ പാടും. കുട്ടികളൊക്കെ സൈഡിൽ നിന്നിട്ട് ജാം ചെയ്ത് ചില്ല് ചെയ്ത് വലിയ ടൂറിനൊക്കെ പോകുന്ന പോലത്തെ അതായിരുന്നു. അപ്പൊ ഇത് സ്ഥിരം കാരണം നമ്മളിതൊന്നും കണ്ടിട്ടില്ല സ്കൂൾ വാനില് പാട്ട് പാടി പോകുന്ന. പുള്ളി +2 വരെ എനിക്ക് പോകുന്ന 10 നമ്മള് സ്കൂൾ വാനിലാണ് പോയിക്കൊണ്ടിരുന്നത് പാട്ട് പാടാൻ വേണ്ടിട്ട്. ഒരു വർഷം കഴിഞ്ഞ പുള്ളി മാറി തോന്നുന്നു. ഞാൻ പിന്നെ കാറിലാണ് സ്കൂളിൽ പോയിരുന്നത്.